ഐ ആം ദ സോറി ഗൈസ്. നിങ്ങൾ എന്നെ കാറിൽ കണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഒരു വിയാർഡ് ഫീലിംഗ് തോന്നുന്നുണ്ടാവും. വെരി സോറി. ബിക്കോസ് ഞാൻ വേറൊരു എന്താ പറയുക, ജോബിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും വീഡിയോസ്. കാറെന്നൊക്കെ കുറവായിരിക്കും. ബിക്കോസ് കാർ ഞാൻ എടുത്തിട്ടില്ല. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ കമ്മിങ് ടു ദ കോണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറേ വീഡിയോസിൽ പറയുന്നത് സിനിമാക്കാരുടെ ഇടയിൽ നടക്കുന്ന കുൽസിത പ്രവൃത്തികൾ ഇതാണ് അല്ലേ. ഒരു നടൻ ഒരു നടി റിലേറ്റഡ് ആയിട്ട് ഇതെന്താ, ഒരു നടി വരുന്നു, ഒരു നടനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളാണ് പറയുന്നു, പിന്നെ അതിൽ ചർച്ചയും കാര്യങ്ങളും തുടങ്ങുന്നു, കേസും കാര്യങ്ങളും എങ്ങനെ പോകുന്നു. ഇതാണ് ബേസിക്കലി എല്ലാ ചാനലും ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിൻ്റ് പറയുന്നുണ്ട്. അതിൽ ഡിസ്കഷൻ നടക്കുന്നില്ല. എന്തുകൊണ്ട് ആ പോയിന്റിലേക്ക് ആരും പോകുന്നില്ല, ഡിസ്കഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ആൻഡ് അതിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ എനിക്കൊരു ടോപ്പിക് കിട്ടിയപ്പോൾ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിഷയം വേറൊന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 53ാമത്തെ പോയിന്റ്, ഇഷ്യൂ ഫേസ്ഡ് ബൈ വുമൺ ഇൻ സിനിമ എന്നുള്ളതിൽ. അത് 53ാമത്തെ പോയിൻ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 9th പോയിൻ്റ് അവർ വെച്ചിട്ടുള്ളത് ഗ്രോസ് ഇൻഡിസിപ്ലിൻ ഇൻ സിനിമ, കൺസെപ്ഷൻ ഓഫ് ആൽക്കഹോൾ, യൂസ് ഓഫ് ഡ്രഗ്സ്, ഡിസോർഡർലി കണ്ടക്ട്, മിസ്ബിഹേവ് അറ്റ് വർക്ക് പ്ലേസ്, ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്. സിനിമയിലെ ഈ പറഞ്ഞ എന്താ പറയുക, ഡ്രഗ് യൂസേജ്, ലഹരിയുടെ ഉപയോഗം, ഇത് ആക്ച്വലി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ടിനി ടോം ഒരു 1-2 ഇൻ്റർവ്യൂവിൽ സിനിമ റിലേറ്റഡ് ആയിട്ട് കുറേ പേരുടെ ലിസ്റ്റ് കയ്യിലുണ്ട്. അത് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പം പിടിക്കും, ഇപ്പം പൊക്കും, എല്ലാം ഇപ്പം ക്ലിയർ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളും കണ്ടു കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ടിനി ടോമിൻ്റെ ഇൻ്റർവ്യൂവും കാര്യത്തിനകത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ ഇങ്ങനത്തെ ലഹരിയുടെ ഉപയോഗം കൂടുന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി അവിടെ സ്വയംബോധത്തിലാവില്ല ആളുകൾ അല്ലേ. ഇപ്പോൾ സ്വയംബോധത്തിലിരിക്കുന്ന എത്ര പേര് കയറിപ്പിടുത്തവും കടന്നാക്രമണവും ചെയ്യും? എത്ര പേര് ചെയ്യും? സ്വയം ബുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് പലരും എന്ത് ചെയ്യുന്നത്, ഉള്ളിൽ കിടക്കുന്ന ആ മൃഗം പുറത്ത് ചാടുന്നത്. അപ്പോൾ ഈ സ്വയംബോധിയും ബുദ്ധിയും എങ്ങനെ നഷ്ടപ്പെടുന്നവർക്ക്, അവിടെയാണ് ഈ ഡ്രഗിൻ്റെയും ഈ പറഞ്ഞ ആൽക്കഹോളിൻ്റെയൊക്കെ ഈ പാർട്ടി റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ പല പ്രമുഖ താരങ്ങളുടെയും പാർട്ടികളിൽ എന്ത് സംഭവിക്കുന്നു ഒരു ചോദ്യമാണ്. ഹോളിവുഡ് പാർട്ടീസ്, ബോളിവുഡ് പാർട്ടീസ്, അതിൽ നിന്ന് ഇറങ്ങി വരുന്ന സെലിബ്രിറ്റീസ്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ പാപ്പരാസീസ്, ഇവിടുത്തെ ചാനലുകൾ, ന്യൂസ് റിലേറ്റഡ് കണ്ടൻറ്റ് ചെയ്യുന്നവരല്ലേ ഞാൻ പറയുന്നത്, സിനിമ റിലേറ്റഡ് ആയിട്ട് കോണ്ടൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഈ എയർപോർട്ട് ക്ലിപ്സൊക്കെ നമുക്ക് വരാൻ തുടങ്ങിയത് അല്ലേ. ഒക്കെ പെയ്ഡാണെങ്കിലും ഇപ്പോൾ ഒരാൾ ഇറങ്ങുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വരുന്നുണ്ട് ഇത് വിളിച്ച് പറഞ്ഞിട്ട് അവർ പോണതാണെങ്കിൽ പോലും ഹോളിവുഡ്, ബോളിവുഡ്, ഈവൻ തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും കുറച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൗസ് പാർട്ടീസ്, സിനിമാ നടന്മാരുടെയും അല്ലെങ്കിൽ നടിമാരുടെയും ഇൻഡസ്ട്രിയിലെ വലിയ ടെക്നീഷ്യൻസിൻ്റെയൊക്കെ വീട്ടിൽ ഓരോ ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ പാർട്ടികളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾ. പക്ഷേ മലയാളത്തിൽ ആ ഒരു ട്രെൻഡില്ല, ആ ട്രെൻഡ് വെച്ചിട്ടില്ല. ആ ട്രെൻഡ് വെച്ചിരുന്നെങ്കിൽ ഇവിടെ പലതും ഇറങ്ങി വരുമ്പോൾ തന്നെ ഓരോരുത്തരുടെ കോലം കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമായിരുന്നു എന്താണ് അവിടെയൊക്കെ നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ വളരെ സീക്രട്ടായിട്ട് നടക്കുന്ന പരിപാടികളായതുകൊണ്ട് തന്നെ പുറം ലോകം അറിയാറില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കാരണം സിംഗർ സുചിത്ര റീമ കല്ലിങ്ങലിൻ്റെയും ആഷിക് കപൂറിൻ്റെയും ഒരു പാർട്ടീസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ, ഹൗസ് പാർട്ടീസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതെവിടെയും ചാനലുകളിൽ ചർച്ചയായിട്ട് കാണുന്നില്ല. ആക്ച്വലി സിനിമ നടന്മാരുടെ കുൽസിതങ്ങളും സിനിമ ടെക്നീഷ്യന്മാരുടെ കുൽസിതങ്ങളും ഇതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ. ഏറ്റവും ബേസിക്കായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ പറഞ്ഞ ലഹരി ഉപയോഗം, അത് വരുന്ന വഴികൾ, അത് ആര് കൊണ്ടുവരുന്നു, ആരിലേക്ക് എത്തുന്നു, അതാണ് റിവീൽ ചെയ്യുന്നത്, അതാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം വരുന്നത്. റീമ കല്ലിങ്ങലിൻ്റെ കരിയർ തകർത്തത് നടി ലഹരി പാർട്ടികൾ നടത്തിയിട്ടുണ്ട് ആരോപണമായി തമിഴ് ഗായിക സുചിത്ര. ഇത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ന്യൂസോ സാധനമൊന്നുമില്ല, ഇങ്ങനെ തമിഴിലിട്ടിട്ട് പോവാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴയ ന്യൂസ്, റീമ കല്ലിങ്ങലിനെ ആഷിക് കപൂറിനെതിരെ പണ്ട് ഇതേപോലെ ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ടൈമിൽ ആഷിക് കപൂർ റിയാക്ട് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ന്യൂസ് ഉണ്ടായി, ഞാൻ അവിടെ പ്ലേ ചെയ്യാം. മിണ്ടിയാൽ മാവോയിസ്റ്റ് അല്ലെങ്കിൽ കൊക്കൈൻ എന്ന തലക്കെട്ടിലാണ് ആഷിക് കപൂറിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. കൊക്കൈൻ കേസിൽ തന്റെയും റീമയുടെയും ഫഹദ് ഫാസിലിന്റെയും പേര് അനാവശ്യമായി വലിച്ചിഴച്ചതാണ്. ചില മാധ്യമ വ്യഭിചാരികൾ വ്യക്തിവിരോധം തീർക്കാനാണ് ഇത്തരം കഥകൾ മെനയുന്നതെന്ന് ആഷിക് കപൂർ കുറ്റപ്പെടുത്തുന്നു. തനിക്കെതിരെ വാർത്ത നൽകിയ അതേ ലേഖകനാണ് നമ്പി നാരായണനെതിരെ വ്യാജ വാർത്ത നൽകിയതെന്നും ആഷിക് പറയുന്നു.
കൊക്കൈൻ കേസിൽ ആഷിഖ് അബുവിനെയും റീമ കല്ലിങ്കലിനെയും ഫഹദ് ഫാസിലിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് അനുമതി തേടിയെന്നായിരുന്നു മംഗളം ദിനപത്രം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത. വാർത്ത എഴുതിയ മാധ്യമപ്രവർത്തകനെതിരെയും പ്രസിദ്ധീകരിച്ച മംഗളപത്രത്തിനെതിരെയും മാനനഷ്ട കേസ് നൽകുമെന്നും കെട്ടുന്ന തുക നമ്പിനാരായണന് കൈമാറുമെന്നും ആഷിഖ് വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്താൽ നിയമപ്രകാരം തന്നെ ശിക്ഷിക്കപ്പെടും. കേസിൽ ഏതു തരത്തിലുള്ള അന്വേഷണത്തിനും പരിശോധനകൾക്കും തയ്യാറാണെന്ന് പറഞ്ഞാണ് ആഷിഖ് അബു തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഓക്കെ, ഇത് അന്ന് കുറേ ചർച്ച ചെയ്തതാണ്. മംഗളത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസും ആഷിഖ് അബുവിൻ്റെ റിപ്ലൈയും കാര്യങ്ങളും. ഇന്നിപ്പോൾ ഇത് വീണ്ടും എന്താണെന്നുണ്ടെങ്കിലും കുറേ പേര് എടുത്ത് ചകഞ്ഞ് നോക്കും. 2015 ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വെച്ചു എന്നുള്ളൂ. SS ബസ് എന്ന് പറഞ്ഞുള്ള ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ, ഓൺലൈൻ സൂം ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിലാണ് ഈ പറഞ്ഞ സുചിത്ര എന്ത് പറയുന്നത്, റീമ കല്ലിങ്കലിൻ്റെ ആഷിഖ് അബുവിൻ്റെ ഈ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്നത്. വൈദവേ മാതൃഭൂമിയിലെങ്ങാണ്ട് ഈ ന്യൂസ് വന്നിട്ട് പിന്നെ അത് ഡിലീറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള വാലും തുമ്പൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, അത് വിടാം. ഇനി നമുക്ക് സുചിത്ര പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകും. ஐயோ அந்த ரீமா கலிங்கல் எல்லாருக்கும் போன் பண்ணி நீங்க ஏன் இதை பத்தி பேசல, ஏன் சாவடிச்சிட்டு இருக்காங்க அந்த லேடிஸ். எல்லா இன்ஃபுளுசர்ஸ் பேஜ் கடையிலயும் போய் ஷேம் ஆன் யூ, யூ ஹேவ் நாட் ஸ்போக்கன் அபவுட் த கேரளா இஷ்யூன்றாங்க. பிஆர் ஓவர் ஒர்க் பண்ணிட்டு இருக்கா. அவங்க காசு கொடுத்து பண்ணின இன்டர்வியூஸ் முடிஞ்சிருச்சு. அதுக்கு மேல இன்ஃபுளுசர்ஸ் இந்த 238 பேஜ் டாக்குமெண்ட்டை பார்த்துட்டு we don't want to talk about it-ன்ட்டாங்க. இப்பட்ட முறையில சொல்றதுக்கே ஒன்னும் இருக்காது அவங்களுக்கு. இந்த மாதிரி நடக்குதுன்னா நடக்க கூடாது. இந்த கேர்ள்ஸ் சுத்தி உட்காந்துட்டு தம் அடிச்சுட்டு வாங்கி குடிச்சிட்டு இதுல கொஸ்டின் அவங்க லைஃப் ஸ்டைல் அப்படி. we are talking about லைஃப் ஸ்டைல் லேடிஸ். இன்னைக்கு திடீர்னு வெள்ளையும் சொல்லையுமா உட்காந்துட்டு பேசுறாங்கன்னா நாளைக்கே ப்ளீஸ் அவங்க ஜஸ்ட் டேக் பீப்பிள் தி லைஃப் ஸ்டைல். see first of all நான் அந்த ரிப்போர்ட்டையே நான் வந்து null and voidன்னு சொல்லிடுவேன். அதனால எந்த பெரிய மாற்றமும் வரப்போறது கிடையாது. சோ அத வந்து ஒரு இமேஜ் கிளீன் அப் ஃபார்மேட்டா வந்து இவங்க பார்த்தாங்கன்னா கண்டிப்பா சில பேர் முன்னுக்கு வந்து இதை சொல்ல வாய்ப்பு இருக்கு. ஏன்னா ரீமா கல்லிங்கல் was also going through a very very bad PR phase up to 2-3 years. அவங்க கரியர் அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னாலதான் மோஸ்ட்லி, where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. கொச்சி ரெய்ட் எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் and அபு அவங்க பாய் ஃப்ரெண்ட் அந்த டைம்ல. like nobody is asking Rima Kallingal this question that நீங்க டிசைட் பண்ணீங்களா இந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க. இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களுடைய சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also இதெல்லாம் கொச்சி அவங்க அரெஸ்ட் பண்ண ரிப்போர்ட்ல இருக்கு. what was her boyfriend's name? அபு what? அபு அந்த டைம்ல 2 பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பட்டமா வந்துச்சு அவங்க 2 பேரும். ஜஸ்ட் ப்ளீஸ் அட்டாச் தட், ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிகல் ஹியரா. சும்மா நான் ஏதோ வளாத்திட்டு இருக்கேன், அடியில கமெண்ட்ஸ் வரப்போகுது. நானே ஷாக் ஆனேன். ஓ ரீமா கல்லிங்கல் டஸ் திஸ் வாட் அப்படின்ட்டு. அந்த ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும் அந்த டைம்ல. அப்புறம் நான் வந்து அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்கன்ட்டு. ஐயோ நாங்க அவங்க பார்ட்டியில வர சாக்லேட் தொடவே மாட்டோம் அப்படிங்குவாங்க. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்லை. இந்த தேதிக்கு சில நடிகர்கள்லாம் 2 லைன் நான் அடிக்கலைன்னா என்னால நடிக்கவே முடியாது, நான் செட்டுக்கே வரமாட்டேன்றாங்க. சோ அப்பனே லைன் கோலம் போட்டு கொடுக்குறோம். ഭയങ്കര എന്താ പറയുക, ഏറ്റവും ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ആരോപണമാണ് ഇവിടെ ഈ സുചിത്ര നടത്തിയിട്ടുള്ള, സിംഗർ സുചിത്ര. ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് റീമ കല്ലിങ്കലിൻ്റെ ഹൗസ് പാർട്ടീസിന് പോകുന്ന സമയത്ത് അവിടെയുള്ള ചോക്ലേറ്റ് തൊടാറില്ല. സോ ആ ചോക്ലേറ്റിനകത്ത് എന്താണ്? റീമ കല്ലിങ്കൽ ഹോസ്റ്റ് ചെയ്യുന്ന പാർട്ടീസിനകത്ത് പോയ സ്ത്രീകൾ, പുരുഷന്മാർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളത് ഈ ലഹരിക്ക് അവിടെ വെച്ചിട്ടാണ്. വെർജിനിറ്റി നഷ്ടപ്പെടുന്നതും അവിടെ വെച്ചിട്ടാണ്. സോ എന്താണ് അവിടെ പാർട്ടീസിന് നടക്കുന്നത് എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് അവർ ചോദിച്ചു വെക്കുന്നുണ്ട്. പിന്നെ പറയുന്നു റീമ കല്ലിങ്കൽ കൊടുത്ത PR ഇൻ്റർവ്യൂസൊക്കെ കഴിഞ്ഞിട്ടും അവർ പിന്നെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് ടോപ്പ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റീമ കല്ലിങ്കലിൻ്റെ എത്ര മലയാളം ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ? ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ചാനലുകൾ ഈവൻ പോയി ചോദിക്കുമ്പോഴത്തെ പാപ്പരാസീസ്, മഞ്ഞ ചാനലുകൾ എന്നൊക്കെ വിളിക്കുന്ന കുറേ ചാനലുകൾ പോയി ചോദിക്കുന്ന സമയത്ത് ഇവരൊന്നും മിണ്ടാതെ സ്കിപ്പായി പോയിട്ട് അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇവർ വേറെ ഏതെങ്കിലും ഒരു ചാനലിനകത്ത്, നോർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാനലിനകത്ത്
ഇഷ്ടം പോലെ പോയിരുന്നിട്ട് ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞ് ഇഷ്ടം പോലെ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ റിലേറ്റഡ് ആയിട്ട്. എന്തുകൊണ്ട് ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിട്ട് ഇവർ സംസാരിക്കുന്നില്ല? കേരളത്തിലാണല്ലോ പറഞ്ഞത്, മലയാളി ഓഡിയൻസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇവർ പറയുമ്പോൾ ഇതൊരു PR സാധനം ഒരു സൈഡിൽ പോകുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ആരോപണങ്ങളും സംശയങ്ങളുമാണ്. നമ്മളാരും വന്നിരുന്നിട്ട് പാർട്ടിക്കകത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നില്ല. ഈ സുചിത്ര എന്ന് പറഞ്ഞ സിംഗറാണ് വന്നിരുന്ന് പറയുന്നത് ഇവരെ പാർട്ടിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, ലഹരി ഉപയോഗമുണ്ട്. ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പാർട്ടികളിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടൊരു നടൻ്റെ കുൽസിതത്തിനെ കുറിച്ചിട്ടോ കാര്യത്തിനെ കുറിച്ചിട്ടോ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ അന്വേഷണം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അന്വേഷണം പോകേണ്ടത് ഇതിലല്ലേ? മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ലഹരി ഒഴുകുന്നുണ്ട്. ഈ ലഹരി എവിടെ നിന്ന് വരുന്നു, ആരിലേക്ക് പോകുന്നു, ആരൊക്കെ യൂസ് ചെയ്യുന്നു, ആരൊക്കെ ഇത് മുതലാക്കുന്നു, ഇതാരെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഈ ലഹരി ഒന്നും തൊടാത്ത ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? നോക്കണം. ப்ரோ இது வந்து பினராயி விஜயன் பிளஸ் அந்த மெகா ஜாயண்ட்ஸ் இருக்காங்க இல்லையா, மம்முட்டி மோகன்லால், அவங்க வந்து இந்த யங்கர் கிரவுட் இருக்குல்ல, சுஷின் ஷாம், ஃபஹத் ஃபாசில், சௌபின் ஷாஹிர், இன்னொரு பையன் இருப்பானே சுட்டுத்தலை, அவங்களெல்லாம் இறக்கறதுக்கான முயற்சி. Like in the whole அவங்க காலையே வெட்டுறாங்க. இப்போ அந்த மாதிரி பிலிம்ஸ்க்கு தான் டிமாண்ட் இருக்கு. லைக் மம்முட்டி இஸ் நாட் ஏபிள் டு டூ ஒரு ரோர்ஷாக் ஏதோ கஷ்டப்பட்டு, but the ages show everything, but they want to, these are old lions who are not giving up their place. മമ്മൂട്ടി പിന്നെ പിണറായി വിജയൻ എല്ലാവരും കൂടി ചേർന്നിട്ട് സുഷീൻ ശ്യാം, സൗബിൻ ഷാഹിർ, ഫഹദ് ഫാസിൽ, ആ ഒരു പുതിയ ഗ്യാങ്, മട്ടാഞ്ചേരി അങ്ങനെയുള്ള പറയാം, മട്ടാഞ്ചേരി ഗ്യാങ്, ആഷിക് കപൂർ, റീമ കലിങ്ങിനെയൊക്കെ അങ്ങനെയാണ് ചില പേരിൽ വിളിക്കാറെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചില ചാനലുകൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ, ഇനി ചില സംഗീത ചാനലുകൾ യൂസ് ചെയ്യുന്നത് മട്ടാഞ്ചേരി ഗ്യാങ് എന്നാണ്. അങ്ങനെയുള്ള ഗ്യാങ്ങിനെ താഴ്ത്തിറക്കാൻ വേണ്ടിയിട്ട് മമ്മൂട്ടി അടക്കം പിണറായി വിജയൻ അടക്കമുള്ളവർ ചെയ്യുന്നതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അത് തിരിഞ്ഞു കൊത്തി നിന്നിട്ട് ബാക്ക് ഫയർ ചെയ്തു. അതിനോടൊന്നും എനിക്ക് അതാണ് ലൈക്ക് വലിയ യോജിപ്പൊന്നുമില്ല അവർ പറയുന്നതിലൊക്കെ. അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ പെർസ്പെക്റ്റീവ് അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത് കൃത്യമായിട്ട്, ഈ ഹൗസ് പാർട്ടീസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്രയും ഹൗസ് പാർട്ടീസ് കണ്ടിട്ടില്ല മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. ആളുകളുടെ വീട്ടിൽ നടക്കുന്നുണ്ടാവാം, ഓക്കെ, അത് നമ്മൾ കാണില്ല. ബിക്കോസ് നമുക്ക് ഈ ബോളിവുഡ് ഹോളിവുഡ് പോലെ ഈ ഹൗസ് പാർട്ടീസ് പോയി എടുക്കുന്ന ചാനലുകളൊന്നും ഇല്ല. അങ്ങനെയുള്ള ചാനലുകൾ നിങ്ങൾ നോർത്തിലൊക്കെ ഉള്ളത് നിങ്ങൾ നോക്കിക്കോ, പുറത്തിറങ്ങുന്ന സെലിബ്രിറ്റീസ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വെള്ളം അടിച്ചവരുടെ ബോഡി ലാംഗ്വേജ് ഒന്നും ആയിരിക്കില്ല ഇവർക്ക്. ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ കണ്ണൊക്കെ ബ്ലിങ്ക് ചെയ്ത് കണ്ണൊന്നും ശരിക്കും നിൽക്കില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചാൽ ആ കാര്യത്തിനെക്കുറിച്ച് അല്ലാതെ വേറെ 10 കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ബോഡി ലാംഗ്വേജേ വ്യത്യാസമായിരിക്കും. വെള്ളം അടിച്ചവരുടെ ബോഡി ലാംഗ്വേജ് ആവില്ല, കിളി മാറിയവരുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും. സോ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് നമ്മളിത് നമ്മുടെ ആക്ടേഴ്സിൻ്റെ ഇടയിൽ അധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് കാണാൻ പറ്റും. അവരതിന് പിന്നെ അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ പറഞ്ഞു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ നടന്മാരുടെയും നടിമാരുടെയും ഇൻഡസ്ട്രിക്കകത്തുള്ള ടെക്നീഷ്യന്മാരുടെയും കുൽസിതമല്ലാതെ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വരേണ്ടത് ഇവിടുത്തെ ലഹരി ഉപയോഗത്തിനെ കുറിച്ചിട്ടാണ്. അതന്വേഷിക്കണം. SIT ഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അന്വേഷണം ചെല്ലണം. ഈ പറഞ്ഞ സിംഗറുടെ അടുത്തും പോകണം. ഈ സിംഗർക്ക് അറിയാവുന്ന മ്യൂസിക് ഡയറക്ടേഴ്സാണ് റീമ കല്ലിങ്ങലിൻ്റെ പാർട്ടിയിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. സീരിയസ് അലിഗേഷൻസാണ്, സീരിയസ് അലിഗേഷൻസ്. ഇനിയില്ല ഞങ്ങളെ പാർട്ടിക്കൊന്നും നടക്കാറില്ല, ഞങ്ങൾ പാർട്ടിയെ വെക്കാറില്ല, ഞങ്ങളിതൊന്നും ഉപയോഗിക്കാറില്ല എന്നാണെന്നെങ്കിൽ ഡെഫിനറ്റ്ലി റീമ കല്ലിങ്ങലും ആഷിക് കപൂറും ഇവർക്കെതിരെ കേസ് കൊടുക്കണം.